മാറുന്നു ഫ്രണ്ട് മാറി കുറച്ച് പുറകോട്ടോ സൈഡിലുള്ളവരെ കുറച്ച് ഒന്ന് പഠിച്ചേ. നമ്മുടെ 64ാമത് ജില്ലാ റവന്യൂ കലോത്സവത്തിന് വേദിയാകുകയാണ്. 13 വ്യത്യസ്ത വേദികളിലായിട്ട് ഇവിടെ ഈ മഹോത്സവം കലാമാമാങ്കം ജില്ലയിലെ ഏറ്റവും വലിയ കൗമാരകലയുടെ മാമാങ്കം അരങ്ങ് വരികയാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതിന്റെ നാന്ദി കുറിക്കലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങില്, അതായത് കാൽനാട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മുഹമ്മദ് KM പന്തൽ കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ നന്ദഗോപൻ IPS അവർകളാണ്. വളരെ സ്നേഹാദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സഹായങ്ങളും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീജേഷും പ്രദീപ് രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരെ തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും, നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും സഹായത്തോടെ മികച്ച രീതിയിൽ നമുക്ക് ഈ പരിപാടി നടത്തണം. ഇലക്ഷന് ശേഷം ഞങ്ങളുടെ ഫോഴ്സ് കുറച്ച് സ്ട്രെസ്ഡ് ആണ് അവിടെ. അതിനൊപ്പം തന്നെ ബേക്കൽ ഫെസ്റ്റ് നടത്തുന്നത് തന്നെ ആൾക്കാർ വളരെ കുറവാണ്. എന്നിരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു ആഘോഷം വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ 100% ആത്മാർത്ഥതയോടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും ആ 3 ദിവസം. അപ്പോൾ ഞാൻ പല പ്രാവശ്യമായി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഭാരവാഹി എൻ്റെ ടീം ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ളതാണ്. അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ തലേന്നാണ്. അന്ന് മാത്രം നമ്മളുടെ നിർദ്ദേശങ്ങളോട് നിങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കുക. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് പരിപാടികൾ നേരത്തെ തീർക്കണം. അന്ന് നേരത്തെ തീരണമെങ്കിൽ ആദ്യത്തെ ദിവസം മുതൽ തന്നെ എണ്ണയിട്ട് യന്ത്രം പോലെ നമ്മളെല്ലാവരും പ്രവർത്തിച്ചാൽ അവസാന ദിവസം നമ്മൾ നേരത്തെ തീരുകയുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള മികച്ച പ്ലാനിങ് പോലെ തന്നെ മുൻപോട്ട് നമുക്ക് പോകാൻ സാധിക്കണം. കുറച്ചധികം വേദികളുണ്ട്, സ്ഥലത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ട്രാഫിക്കിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. ഇനി ഒരാഴ്ച നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. എന്തൊക്കെയായാലും കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ബാക്കിയൊന്നും പറയാനില്ല. എല്ലാം മികച്ച രീതിയിൽ തന്നെ നടക്കുമെന്ന് ഉറപ്പുണ്ട്. വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഞാനും ഇവിടെ തന്നെ എന്തായാലും പരിപാടി തീരുന്നത് വരെ ഉണ്ടാവും എന്ന് പറയുന്നു.
രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംഘടനക്കതീതമായി, നമ്മുടെ വിശ്വാസങ്ങൾക്കതീതമായി, നമ്മുടെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെയാണ് നമുക്ക് കുറേ നാളുകളായി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അത് ഈ കലോത്സവത്തിൻ്റെ മനോഹാരിതയാണ്. നമ്മൾ കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ്. അത് യാഥാർത്ഥ്യമാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 64ാമത് കലോത്സവം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തണം. അതിന് പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളോട്, ലാസ്റ്റ് ദിവസത്തെ പരിപാടി അത് എത്രയും പെട്ടെന്ന് തീർക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ദിവസം പോലീസിനെ ഇവിടെ തരുന്നതിനൊരു പരിമിതി. കാരണം അന്ന് ന്യൂ ഇയർ ആണ്, കൂടാതെ ബേക്കൽ ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ ന്യൂ ഇയർ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ലാസ്റ്റ് ദിവസത്തെ പരിപാടി മാത്രം നിങ്ങൾ പെട്ടെന്നൊന്ന് തീർത്തു തരണം. അതിന് മുമ്പുള്ള 2 ദിവസം കുറച്ച് നീണ്ടുപോയാലും പ്രശ്നമില്ല. ഇവിടെ വരുന്നവരെല്ലാം അതിഥികളാണ്. ആ അതിഥികളെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആതിഥേയത്വം എത്ര നല്ല രീതിയിൽ പ്രകടിക്കാൻ പറ്റുമോ ആ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കി നല്ലൊരു ഉത്സവമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. അതിനുള്ള എല്ലാ പിന്തുണയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നമ്മുടെ കലോത്സവം, ജില്ലാ കലോത്സവം മുഗ്രാരിന് കിട്ടിയതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മുഗ്രാരി എന്ത് ഏറ്റെടുത്താലും അത് വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ജനങ്ങളാണ് എനിക്കുള്ളത്. തീർച്ചയായും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. വിജയിപ്പാൻ പൈസയുടെ ലാഭക്കച്ചവടം ഏറ്റെടുത്തതല്ല ഞാനുണ്ട്, നിങ്ങളോടൊപ്പം ചേരുക എന്നുള്ളത്. എന്നോട് പല ആൾ പറഞ്ഞിട്ട് മുഗരാലാണ് പരിപാടി ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ സ്വീകരണം എനിക്ക് ലഭിച്ചു. കാരണം നല്ല പെരുമാറ്റം, നല്ല രീതിയിൽ ഇടപെടൽ അധികം ഉണ്ടാവണം. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ പരിപാടി. ഞാൻ എനിക്ക് പറഞ്ഞാൽ 4 കലോത്സവത്തിന് ഇതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനെ പ്രവർത്തിച്ചത് പല സ്കൂളുകളിലും സ്കൂളിൽ കരിപ്പൂരിലൊക്കെ പ്രവർത്തിച്ചത്. 2 സ്ഥലത്ത് ഇതിൻ്റെ സംഘടന വൈസ് ചെയർമാനെ പ്രവർത്തിച്ചത്. ഈ 2 മാസം മുമ്പ് ഞാൻ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും പരിപാടി വന്നതാണ്. 2 പരിപാടി ഇതേ ഗ്രൗണ്ടിൽ നടത്തിയാണ്. അപ്പം നിങ്ങളുടെ എനിക്ക് വിശ്വാസമാണ്, നിങ്ങളുടെ സഹായിക്കണം. പന്തൽ സ്റ്റോർ ഉടമയായിട്ടല്ല, നിങ്ങളുടെ ഒരാളെ സഹായിച്ച് ആ രീതിയിലുള്ള എല്ലാ സംവിധാനത്തിൽ ഒരുക്കാൻ വേണ്ടി കഴിയും. തീർച്ചയായും നിങ്ങളൊപ്പം നിങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും കൂടി ചെയ്യാം.